ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തായും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷനുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവായുടെ UK ശ്ലൈഹിക സന്ദർശനം ആരംഭിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ UK യൂറോപ്പ് ആഫ്രിക്ക ഭദ്രാസനത്തിലെ ശ്ലൈഹിക സന്ദർശനത്തിനും മലങ്കര ഓർത്തഡോക്സ് സംഗമത്തിലും പങ്കെടുക്കുവാൻ UK-യിലെത്തിയ പരിശുദ്ധ കാതോലിക്ക ബാവായെ UK യൂറോപ്പ് ആഫ്രിക്ക ഭദ്രാസനാധിപൻ അഭിവന്യ എബ്രഹാം മാർ സ്തേഫാനോസ് തിരുമേനിയുടെയും ഭദ്രാസന സെക്രട്ടറി ഫാദർ വർഗീസ് മാത്യുവിൻ്റെയും ബഹുമാനപ്പെട്ട വൈദികരുടെയും സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും ഭദ്രാസന കൗൺസിൽ അംഗങ്ങളുടെയും നേതൃത്വത്തിൽ ലണ്ടൻ ഹീത്രോ എയർപോർട്ടിൽ സ്വീകരിച്ചു. മെയ് 23 മുതൽ ജൂൺ 10 വരെയുള്ള ദിവസങ്ങളിലാണ് പരിശുദ്ധ പിതാവിൻ്റെ ശ്ലൈഹിക സന്ദർശനം. മെയ് 25 നടന്ന ഭദ്രാസനത്തിൻ്റെ UK റീജിയൻ മലങ്കര ഓർത്തഡോക്സ് സംഗമത്തിലും പരിശുദ്ധ പിതാവ് അധ്യക്ഷത വഹിച്ചു. UK യൂറോപ്പ് ആൻഡ് ആഫ്രിക്ക ഭദ്രാസന യുവജന പ്രസ്ഥാന ആനുവൽ കോൺഫറൻസ് രജിസ്ട്രേഷൻ ഉദ്ഘാടനം പരിശുദ്ധ പിതാവ് നിർവഹിച്ചു. ജൂൺ 2 നടക്കുന്ന അയർലൻഡ് റീജിയൻ ഓർത്തഡോക്സ് സംഗമത്തിലും പരിശുദ്ധ പിതാവ് മുഖ്യാതിഥിയായിരിക്കും. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ആരാധനാ വിവർത്തന കമ്മിറ്റിയുടെ കൺവീനറായി ഫാദർ ഡോക്ടർ ഷാജൻ വർഗീസിനെ പരിശുദ്ധ കാതോലിക്ക ബാവ നിയമിച്ചു. നിരണം ഭദ്രാസനത്തിലെ വൈദികനും കടപ്ര മാന്നാർ സെൻറ് തോമസ് ഓർത്തഡോക്സ് കാതോലിക്കേറ്റ് ചർച്ച് ഇടവാംഗവുമാണ്. സഭയിൽ ഉപയോഗത്തിലിരിക്കുന്നതും എന്നാൽ ഇതുവരെയും സുറിയാനിയിൽ നിന്നും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടില്ലാത്തതുമായ ആരാധനാക്രമങ്ങളും മറ്റ് അമൂല്യങ്ങളായ കൃതികളും മലയാളത്തിലേക്കും ആവശ്യമായ മറ്റ് ഭാഷകളിലേക്കും ഭാഷാന്തരം ചെയ്യുക എന്നതാണ് കമ്മിറ്റിയുടെ ഉദ്ദേശ്യം. ഭാഗ്യസ്മരണാർഹനായ ഔഗേൻ മാർ ദിവന്നാസ്യൂസ് തിരുമേനിയുടെ 17ാം ഓർമ്മ പെരുന്നാൾ വാകത്താനം വള്ളിക്കാട്ട് ദേറായിൽ മെയ് 26 മുതൽ ജൂൺ 6 വരെ പരിശുദ്ധ സഭ ഭക്തി പുരസ്സരം ആചരിക്കുന്നു. ഓർമ്മ പെരുന്നാൾ കൊടിയേറ്റ് വാകത്താനം വള്ളിക്കാട്ട് ദേറായിൽ വിശുദ്ധ കുർബാനാനന്തരം നിലയ്ക്കൽ മെത്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ് തിരുമേനി നിർവഹിച്ചു. വൈധവ്യത്തിലായിരിക്കുന്ന വന്യ വൈദിക ശ്രേഷ്ഠരുടെയും ബെസ്ക്യോമമാരുടെയും കൂട്ടായ്മയായ സ്നേഹക്കൂട്ടിൻ്റെ 2ാം സമ്മേളനം പരുമല സെമിനാരി ചാപ്പലിൽ വെച്ച് നടത്തപ്പെട്ടു. അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് മെത്രാപ്പൊലീത്ത അധ്യക്ഷത വഹിച്ചു. പരുമല സെമിനാരി മാനേജർ വന്യ KV പോൾ റമ്പാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വൈദിക സംഘം ജനറൽ സെക്രട്ടറി ഫാദർ ഡോക്ടർ നൈനാൻ വി ജോർജ്, വന്യ ഫാദർ സക്കറിയ പനിക്കാമറ്റം കോറപ്പിസ്കോപ്പ, മോബ ജനറൽ സെക്രട്ടറി റേച്ചൽ P. ജോസ്, ജെസ്സി വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. ഫാദർ സക്കറിയ തോമസ് പുതുപ്പള്ളി ധ്യാനം നയിച്ചു. മോർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ക്രൈസ്തവ വിദ്യാർത്ഥി പ്രസ്ഥാനം മിഷണറി ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഹെവൻലി ഹാൻഡ്സ് പഠനോപകരണ കിറ്റ് വിതരണ പദ്ധതിയുടെ കേന്ദ്രതല ഉദ്ഘാടനം മെയ് 24 വെള്ളിയാഴ്ച പത്തനംതിട്ട ബേസിൽ അരമനയിൽ MGOCSM പ്രസിഡന്റ് അഭിവന്യ ഡോക്ടർ എബ്രഹാം മാർ സെറാഫിം തിരുമനസിനാൽ നിർവഹിക്കപ്പെട്ടു. വിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനത്തിൽ ഭാഗ്യമോടെ വാണിരുന്ന 20ാം മലങ്കര മെത്രാപ്പൊലീത്തയും മലങ്കരയിലെ 7ാം പൗരസ്ത്യ കാതോലിക്കായുമായിരുന്ന പരിശുദ്ധ മൊറോൻ മാർ ബസേലിയോസ് മാർത്തോമ ദിദിമോസ് പ്രഥമൻ വലിയ ബാവ തിരുമേനിയുടെ 10ാം ഓർമ്മ പെരുന്നാൾ മെയ് 26 പിതാവിൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന പത്തനാപുരം മൗണ്ട് താബോർ ദേറായിൽ ഭക്തിപൂർവ്വം ആചരിച്ചു. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് അഭിവന്യ പിതാക്കന്മാർ മുഖ്യകാർമ്മികത്വം വഹിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കുന്നംകുളം ഭദ്രാസനം പുതിയൊരു ചുവടുവയ്പിലേക്ക്. ഭാഗ്യസ്മരണാർഹരായ അഭിവന്യ ജോസഫ് മാർ ദിവന്നാസ്യൂസ് തിരുമേനിയുടെയും പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയുടെയും സ്മരണാർത്ഥം അഭയഭവൻ എന്ന നാമത്തിൽ വയോജന കേന്ദ്രം സമാരംഭിക്കുന്നു. ബാല്യവും കൗമാരവും യൗവനവും പിന്നിട്ട് ഓരോ മനുഷ്യനും ചെന്നെത്തുന്നത് വാർദ്ധക്യത്തിലാണ്. മാതൃത്വവും പിതൃത്വവും പേറിയ എത്രയോ വാർദ്ധക്യങ്ങൾ അനാഥരാകുന്നതും മുറിവേൽക്കപ്പെടുന്നതുമായ സമൂഹത്തിന് നാം അനുദിനം സാക്ഷ്യം വഹിക്കുന്നവരാണ്. അവരെ ചേർത്ത് നിർത്തുവാനും ധൈര്യപ്പെടുത്തുവാനും സാധ്യതകളേറെയുണ്ടെങ്കിലും പ്രയോജനപ്പെടുത്തുന്നതിൽ നാം ഇനിയും മുന്നോട്ട് പോകേണ്ടതായുണ്ട്. അവരുടെ ചേതോവികാരങ്ങളിൽ സ്നേഹത്തിൻ്റെ നീർച്ചാലുകൾ തെളിയിക്കേണ്ടുന്ന മൗലികവും ധാർമ്മികവുമായ ഉത്തരവാദിത്വവും നമുക്കുണ്ട്. വൃദ്ധയായ വിധവയെ ചേർത്ത് നിർത്തുന്ന ക്രിസ്തുവും വഴിയാത്രയിൽ മുറിവേറ്റവനെ വെച്ചുകെട്ടുന്ന ശമരിയാക്കാരനും
ധൈര്യപ്പെടുത്തലിൻ്റെ ശാസ്ത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ആ ധൈര്യപ്പെടുത്തൽ ദുർബലമായ വിധവയ്ക്കും മുറിവേറ്റവനും മാനസികവും ശാരീരികവുമായ ഉണർവാണ് നൽകിയത്. വാർദ്ധക്യം ആനന്ദപൂർണ്ണമായി ആസ്വദിക്കുവാനും വൃദ്ധർക്ക് ധൈര്യം നൽകി പുതുജീവൻ നൽകുവാനുമായി കുന്നംകുളം ഭദ്രാസനത്തിലെ വയോജന മന്ദിരമായ അഭയഭവൻ പ്രവർത്തന സജ്ജമായിരിക്കുന്ന വിവരം ഏവരെയും സന്തോഷപൂർവ്വം അറിയിക്കുന്നു. വെട്ടിക്കൽ സെൻറ് തോമസ് ദേറായിൽ കബറടങ്ങിയിരിക്കുന്ന പുണ്യശ്ലോകനായ കാട്ടുമങ്ങാട്ട് ഇളയബാവ തിരുമേനിയുടെ 215 ഓർമ്മ പെരുന്നാൾ പരിശുദ്ധ സഭ ഭക്തി പുരസ്സരം ആചരിച്ചു. ഇടുക്കി ഭദ്രാസന മെത്രാപ്പോലീത്ത അഭിവന്യ സക്കറിയ മാർ സേവേറിയോസ് തിരുമേനിയുടെ പ്രധാന കാർമ്മികത്വത്തിൽ പെരുന്നാൾ ശുശ്രൂഷകൾ നടത്തപ്പെട്ടു. പരിശുദ്ധ കാട്ടുമങ്ങാട്ട് ബാവാമാർ തപസ്സനുഷ്ഠിച്ച തേവനാൽ താഴ്വരയിലെ മാർ ബെഹനാൻ ദേറ ചാപ്പലിലേക്ക് പ്രദക്ഷിണവും തുടർന്ന് ധൂപപ്രാർത്ഥനയും ആശീർവാദവും അത്താഴസദ്യയും നടത്തപ്പെട്ടു. പരുമല ആശുപത്രിയിലെ എമർജൻസി മെഡിസിൻ വിഭാഗത്തിന് DNB കോഴ്സിനുള്ള അംഗീകാരം ഡൽഹി നാഷണൽ ബോർഡിൽ നിന്ന് ലഭിച്ചു. മെഡിക്കൽ കോളേജുകളിലെ MD എമർജൻസി മെഡിസിന് തത്തുല്യമായ PG കോഴ്സാണ് DNB എമർജൻസി മെഡിസിൻ. 3 വർഷം ദൈർഘ്യമുള്ള ഈ കോഴ്സിലേക്ക് MBBS കഴിഞ്ഞവർക്കാണ് പ്രവേശനം ലഭിക്കുക. ഈ നേട്ടം കൈവരിക്കുന്ന മധ്യ തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രൈവറ്റ് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയാണ് സെൻറ്റ് ഗ്രിഗോറിയോസ് ആശുപത്രി. ലോക എമർജൻസി ദിനമായ മെയ് മാസം 27-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് ആശുപത്രി CEO ഫാദർ MC പൗലോസിൻ്റെ സ്വാഗത പ്രസംഗത്തോടെ കൂടിയ ചടങ്ങിൽ DNB അംഗീകാരത്തിൻ്റെ പകർപ്പ് നിരണം ഭദ്രാസനാധിപൻ അഭിമന്യ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമേനി, പരുമല എമർജൻസി മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ ലിനു അബ്ദുൾ ലത്തീഫിന് നൽകി. പ്രസ്തുത യോഗത്തിൽ മുഖ്യാതിഥിയായി മാവേലിക്കര ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോൺ സീപ്പൻ, ആശുപത്രി ഫിനാൻസ് കോർഡിനേറ്റർ ഫാദർ തോമസ് ജോൺസൺ കോറപ്പിസ്കോപ്പ, ചാപ്ലിൻ ഫാദർ ജിജു വർഗീസ്, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷെറിൻ ജോസഫ്, എമർജൻസി മെഡിസിൻ കൺസൾട്ടന്റ് ഡോക്ടർ ബാലു PRS എന്നിവർ വേദിയിൽ സന്നിഹിതരായിരുന്നു. തുടർന്ന് പൊതുജനങ്ങൾക്കായി സൗജന്യ CPR ട്രെയിനിംഗ് നൽകപ്പെട്ടു. 36 കിടക്കകളും തിയേറ്റർ സംവിധാനങ്ങളും ICU സൗകര്യങ്ങളും അടങ്ങിയ പരുമല എമർജൻസി വിഭാഗം കേരളത്തിലെ ഏറ്റവും വലിയ എമർജൻസി മെഡിസിൻ വിഭാഗങ്ങളിൽ ഒന്നാണ്. സെന്റ് ജോൺസ് ബേദലഹേം പള്ളിയെ സംബന്ധിച്ചുണ്ടായ മലങ്കര ഓർത്തഡോക്സ് സഭാ വക്താവ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ സഭാ ഭരണഘടനയെ മാനിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ കോടതി വിധിയുടെ പകർപ്പ് പോലും മുൻപ് തന്നെ പാത്രിയർക്കീസ് വിഭാഗത്തിലെ ഒരു മെത്രാപ്പോലീത്തായും വൈദികരും പോലീസിൻ്റെ ഒത്താശയോടുകൂടി പിറമാടം പള്ളിയിൽ പ്രവേശിച്ചു എന്നത് നിയമവ്യവസ്ഥിതിയോടുള്ള വെല്ലുവിളിയാണ്. 2017 ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിയും അവയ്ക്ക് വിധേയമായി കാലാകാലങ്ങളിൽ കീഴ്ക്കോടതികൾ പുറപ്പെടുവിച്ചിട്ടുള്ള വിധികളും നടപ്പിലാക്കി തരുന്നതിൽ വിമുഖത കാണിക്കുന്ന കേരള സർക്കാരും പോലീസ് അധികാരികളും പിറമാടം പള്ളിയുടെ കാര്യത്തിൽ കാണിച്ച തിടുക്കം ഏറെ ആശങ്ക ജനിപ്പിക്കുന്നതാണ്. പോലീസ് സംരക്ഷണം കോടതി നൽകാതിരിക്കെ പോലീസിൻ്റെ സഹായത്തോടെ പള്ളിക്കകത്ത് പ്രവേശിച്ചു എന്നുള്ളത് സംശയത്തിന് ഇട നൽകുന്നു. പിറമാടം പള്ളിയെ സംബന്ധിച്ചുണ്ടായ മുനിസിഫ് കോടതി വിധികളും തികച്ചും സാങ്കേതികമായ വിഷയം അടിസ്ഥാനമാക്കി മാത്രം ഉണ്ടായതാണ്. അതിനെ നിയമപരമായി തന്നെ നേരിടും. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് അനുകൂലമായി ഉണ്ടായിട്ടുള്ള വിധി തീർപ്പുകളും സർക്കാർ നടത്തിത്തരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. 11 പള്ളികളിൽ പോലീസ് പ്രൊട്ടക്ഷൻ അനുവദിച്ചുകൊണ്ടുള്ള കോടതി വിധികളുണ്ടായിട്ട് അത് നടപ്പിലാക്കാൻ കൂട്ടാക്കാത്ത സർക്കാർ ഒരു കീഴ്ക്കോടതിയുടെ പരാമർശം മാത്രം ഉണ്ടായപ്പോൾ അത് നടപ്പിലാക്കുവാൻ തിടുക്കം കാണിക്കുന്നതിൽ അസ്വാഭാവികതയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്കേറ്റ് ആൻഡ് MD സ്കൂൾ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് കീഴിൽ പ്രവർത്തിക്കുന്ന വെണ്ണിക്കുളം സെൻറ്റ് ബെഹനാൻസ് ഹയർ സെക്കൻഡറി സ്കൂളിനായി വാങ്ങിയ ബസ്സിൻ്റെ കൂദാശ കർമ്മം അഭിമന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് തിരുമേനി നിർവഹിച്ചു. ലോക കേരള സഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ലിനു വർഗീസിനും കേരള യൂണിവേഴ്സിറ്റി BSc കമ്പ്യൂട്ടർ സയൻസ് പരീക്ഷയിൽ 1ാം റാങ്ക് ലഭിച്ച കണ്ണമത്ത് കോൾഫയിൽ കുമാരി റിച്ചു മറിയം അലക്സിനും കേരള യൂണിവേഴ്സിറ്റി BA ഇംഗ്ലീഷിൽ 1ാം റാങ്ക് ലഭിച്ച കുമാരി ഡെബി മറിയം ജോണിനും
MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും BA വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ 2ാം റാങ്ക് ലഭിച്ച മാസ്റ്റർ ജോബ് മാത്യുവിനും MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും B.Ed പരീക്ഷയിൽ 6ാം റാങ്ക് ലഭിച്ച കുമാരി ജെയ്നി ജോയിക്കും നാഷണൽ ലോ യൂണിവേഴ്സിറ്റി ഷിംലയിൽ നിന്നും LLM-ന് 1ാം റാങ്ക് ലഭിച്ച ടിസി ആനി തോമസിനും MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബാച്ചിലർ ഓഫ് വൊക്കേഷൻ ഫുഡ് ടെക്നോളജി ആൻഡ് അനാലിസിസിൽ 1ാം റാങ്ക് ലഭിച്ച ശ്രീ ഡാനി എൽദോസിനും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് ആശംസകളും അഭിനന്ദനങ്ങളും നേരുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.